സ്വർഗമാണോ ലക്ഷ്യം എങ്കിൽ ഇങ്ങനെ ജീവിക്കൂ. ഒരു ക്രൈസ്തവൻ്റെ ലക്ഷ്യം സ്വർഗമായിരിക്കണം. അവൻ്റെ ആഗ്രഹവും സ്വപ്നവും സ്വർഗമായിരിക്കണം. ജീവിക്കുന്നത് സ്വർഗത്തിന് വേണ്ടി ആയിരിക്കണം. എന്നാൽ സ്വർഗപ്രാപ്തി അത്ര എളുപ്പമാണോ? നാം ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ സ്വർഗത്തിലെത്താൻ കഴിയുമോ? സങ്കീർത്തനകാരൻ്റെ ചോദ്യവും ഉത്തരവും ഇത്തരണത്തിൽ പ്രസക്തമാണ്. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും എന്നാണ് സങ്കീർത്തനകാരൻ്റെ ചോദ്യം. അതിനുള്ള മറുപടി ഇങ്ങനെയാണ്: നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ. സങ്കീർത്തനം 15:2-5 വാക്യങ്ങൾ. അതെ, നമുക്ക് നിഷ്കളങ്കമായി ജീവിക്കാം, നീതി മാത്രം പ്രവർത്തിക്കാം, പരദൂഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാം, അപവാദം പരത്താതിരിക്കാം, പലിശ ഈടാക്കാതിരിക്കാം, കൈക്കൂലി വാങ്ങാതിരിക്കാം. സ്വർഗം നമ്മെ കാത്തിരിക്കുന്നു.